Hello, welcome back to our channel Commerce Easy Notes. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിലെ ഇൻഷുറൻസ് പോളിസി മെത്തേഡാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ തേർഡ് സെം ബികോം ക്ലാസ്സുകൾക്ക് വരുന്ന സിലബസിലുള്ളതാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഈ ഇയറിൽ സിലബസിൽ തിയറി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡ് പഠിച്ചു. സിങ്കിങ് ഫണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. സെയിം അതുപോലെ തന്നെയാണ് റിഡംഷൻ ബൈ ഇൻഷുറൻസ് പോളിസി. റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിങ്കിങ് ഫണ്ട് എന്നുള്ളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ അതിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രോഫിറ്റ് അതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പക്ഷേ ഇൻഷുറൻസ് പോളിസി മെത്തേഡിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, റിഡംഷന്റെ സമയത്ത് എമൗണ്ട് റേസ് ചെയ്യുന്നത് നമ്മൾ എടുത്തിട്ടുള്ള ആ ഇൻഷുറൻസ് പോളിസി എമൗണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുന്നത് സിങ്കിങ് ഫണ്ടിന്റെ ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡാണ്. സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണ്. അതായത് ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ആ എമൗണ്ട് ഒരു ഇൻഷുറൻസ് പോളിസിക്ക് വേണ്ടിയിട്ടാണ് കമ്പനി സ്പെൻഡ് ചെയ്യുക. ദെൻ ഇൻഷുറൻസ് പോളിസി മെച്യൂരിറ്റി ഡേറ്റും അതുപോലെ നമ്മുടെ കമ്പനിയുടെ ഡിബഞ്ചർ റിഡംഷന്റെ ഡേറ്റും സെയിം ആയിരിക്കും. കാരണം പോളിസി മെച്യൂർ ചെയ്യുന്ന ആ ഒരു ഡേറ്റിനാണ് കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റിഡംഷൻ നടത്തുന്നത്. ഇനി എപ്പോഴും നമ്മൾ കമ്പനി പേ ചെയ്യുന്ന പ്രീമിയവും പോളിസി എമൗണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. സാധാരണയായി നമുക്കറിയാം പോളിസി എമൗണ്ടും പ്രീമിയവും കമ്പയർ ചെയ്യുമ്പോൾ പോളിസി എമൗണ്ടിനേക്കാളും കുറവായിരിക്കും നമ്മൾ പേ ചെയ്യുന്ന പ്രീമിയം. പക്ഷേ പോളിസി എമൗണ്ടും റിഡംഷൻ എമൗണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കും. എന്നാൽ മാത്രമാണ് പോളിസി എടുത്തിട്ട് കമ്പനിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. കമ്പനിക്ക് റിഡംഷന്റെ എമൗണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇൻഷുറൻസ് പോളിസീസ് എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോളിസി എമൗണ്ടും പ്രീമിയം എമൗണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് ആണ് കമ്പനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അതായത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പോളിസി റിയലൈസ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് പോളിസിയും പ്രീമിയവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ഇനി ഈ ഫണ്ടാണ് കമ്പനി ഇൻഷുറൻസ് പോളിസി എടുത്ത് അത് മെച്യൂരിറ്റി ആവുന്ന ടൈമിൽ കമ്പനിക്ക് കിട്ടുന്ന ഫണ്ടാണ് കമ്പനി റിഡംഷന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് റിഡംഷന് കുറച്ച് എമൗണ്ട് റേസ് ചെയ്യാനും പറ്റും, പ്ലസ് അത് ആ ട്രാൻസാക്ഷൻസിൽ നിന്നുണ്ടാവുന്ന റിസ്ക് കവർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ദെൻ നമുക്ക് അതിന്റെ ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിങ്കിങ് ഫണ്ട് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്ത പോലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഓൾ ഇയേഴ്സ്, അതായത് എത്രയാണോ കമ്പനിയുടെ കൊടുത്തിട്ടുള്ള ഇൻഷുറൻസ് പോളിസിയുടെ മെച്യൂരിറ്റി പീരീഡ് അതിൽ ഫോളോ ചെയ്യേണ്ട ജേർണൽ എൻട്രി ആണിത്. ഡ്യൂറിങ് ഓൾ ദ ഇയേഴ്സ് ടിൽ ദ മെച്യൂരിറ്റി ഓഫ് ദ പോളിസി, മെച്യൂരിറ്റി പീരീഡ് വരെ കമ്പനി ഫോളോ ചെയ്യേണ്ട ജേർണൽ എൻട്രീസ് ആണ് ഈ പറയുന്നത്. ഫസ്റ്റ് എൻട്രി ഫോർ പേയ്മെന്റ് ഓഫ് പ്രീമിയം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് പ്രീമിയം പേ ചെയ്യുന്ന എൻട്രി ആണ്. പ്രീമിയം പേ ചെയ്യുന്ന എൻട്രി ചെയ്യാം. എൻട്രി വരുന്നത് ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നമ്മൾ സാധാരണയായിട്ട് പ്രീമിയം ആനുവലി ആണ് ചെയ്യുക, മന്ത്ലി ആവില്ല. കമ്പനി ആനുവലി ആണ് പ്രീമിയം പേയ്മെന്റ് നടത്താം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആനുവൽ പ്രീമിയം എത്രയാണെന്ന് വെച്ചാൽ അത് അതിൽ റെക്കോർഡ് ചെയ്യുക. ദെൻ സെക്കൻഡ് എൻട്രി വരുന്നത് സെറ്റിംഗ് അസൈഡ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് സെറ്റിംഗ് അസൈഡ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. അപ്പം ഫസ്റ്റ് ഇയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. ഫസ്റ്റ് ഇയറിന്റെ എൻഡിൽ ആ പ്രോഫിറ്റ് നമ്മൾ സെറ്റ് അസൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എത്രയാണോ മെച്യൂരിറ്റി. ഇപ്പോൾ 5 ഇയർ ആണെങ്കിൽ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ജേർണൽ എൻട്രി. Then during the last year in addition to the above 2 entries, അതായത് നമ്മൾ കഴിഞ്ഞ എൻട്രി 2 നമ്മൾ കണ്ടിരുന്നു, ആ എൻട്രിയുടെ ഒപ്പം ഫോളോ ചെയ്യേണ്ട നെക്സ്റ്റ് എൻട്രീസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഫോളോ ചെയ്യേണ്ടത് ലാസ്റ്റ് ഇയറിലാണ്. നമ്മൾ പറഞ്ഞു 5th ഇയറിലാണ് ലാസ്റ്റ് ഇയർ വരുന്നത്. അപ്പോൾ 5th ഇയറിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട എൻട്രീസ് ആണിത്. പ്ലസ് ആദ്യം 2 എൻട്രീസ് ഉണ്ടായിരുന്നു, ആ എൻട്രിയും അതിൻ്റെ കൂടെ ഈ എൻട്രീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പം ഇതിൽ മൂന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് ഫോർ റിയലൈസിങ് ദ പോളിസി എമൗണ്ട്. നമ്മൾ
റിയലൈസ് ചെയ്യുക, എമൗണ്ട് റിയലൈസ് ചെയ്യുന്നത് പോളിസി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട്. ദെൻ നമുക്ക് കിട്ടുന്ന, നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് കിട്ടും, ആ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട എൻട്രി ആണ് ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ഇനി ലോസ് ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം ഈ എൻട്രി റിവേഴ്സ് ചെയ്യുക, ദാറ്റ് ഈസ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട്. ഇനി അടുത്ത എൻട്രി വരുന്നത് ഫോർ മേക്കിംഗ് ദ എമൗണ്ട് ഡ്യൂ ആൻഡ് ഫോർ പേയ്മെന്റ്, അതായത് റിഡംഷൻ്റെ എൻട്രീസ് ആണ്. റിഡംഷൻ്റെ എൻട്രീസ് നമ്മൾ എല്ലാ വീഡിയോയിലും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ ആ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ദ ബാലൻസ് ഓഫ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് വിൽ ബി ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. അപ്പോൾ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ആണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ റിസർവ് അക്കൗണ്ട്. അപ്പോൾ അതാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്ന എൻട്രി തന്നെയാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ റിസർവ്. അപ്പോൾ ഇങ്ങനെയാണ് ജേണൽ എൻട്രീസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും.